ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സുവിശേഷ ഭാഗത്തിൽ കാണാൻ പോകുന്നത് യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യനെ കുറിച്ചാണ്. ക്രിസ്ത്യാനികൾ പറയുന്നു, ഞങ്ങൾ യേശുവിൻ്റെ അനുയായികളാണ്, ഞങ്ങൾ സ്വർഗത്തിലേ പോകുള്ളൂ. പക്ഷേ യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യൻ ആരാകണം, എന്താണ് ചെയ്യേണ്ടത് എന്നെല്ലാം പറയുന്ന ഒരു സുവിശേഷ ഭാഗമാണ്. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ശിഷ്യയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളാണ്. യഥാർത്ഥ ശിഷ്യൻ. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവേശിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുകയും എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യമായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി. അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാബലി അവൻ്റെ പ്രബോധനത്തെ പറ്റി വിസ്മയിച്ചു. അവരുടെ നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. ദൈവമായ കർത്താവിന് സ്തുതി. പാറമേൽ പണിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനിലേക്ക് എത്തിച്ചേരുക. യേശുവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരെയാണ് പാറമേൽ പണിത ഭവനം എന്ന് പറയുന്നത്. നമുക്കും നമ്മുടെ ഭവനങ്ങൾ, ജീവിതം യേശുവിൻ്റെ വചനത്തിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അതിനായിട്ട് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന വചനത്തിനനുസരിച്ച് ജീവിക്കാനായിട്ടാണ് അതിന് നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസങ്ങൾ നേർന്നുകൊണ്ട് നിത്യപിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനിലേക്കും ആമേൻ.